പി വി അൻവറിനോട് അനുനയം വേണ്ടെന്ന കടുത്ത നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം. പി വി അൻവറുമായി ബന്ധപ്പെട്ട് ഇന്നലെ പറഞ്ഞ നിലപാടുകളിൽ മാറ്റമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നു. മുന്നണി തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ എതിർക്കുന്നയാളുമായി എങ്ങനെ സഹകരിക്കുമെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ചോദ്യം. മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി, മുൻ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി ഒറ്റ പേരിൽ ഞങ്ങളെത്തി. അത് ACC പരിഗണിച്ച് പരിശോധിച്ച് അത് പ്രഖ്യാപിച്ചാൽ പിന്നെ UDFിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും ഉത്തരം പറയണം. പിന്നെ കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ ആലോചിച്ച് തന്നെയാണ്, UDF നേതൃത്വം ആലോചിച്ച് തന്നെയാണ്, വളരെ പക്വമായ നിലപാട് തന്നെയാണ്, ഉചിതമായ നിലപാട് തന്നെയാണ്, യുക്തമായ നിലപാട് തന്നെയാണ്. പിന്തുണ പ്രഖ്യാപിച്ച് ഇനി പി വി അൻവർ ഇങ്ങോട്ട് വരട്ടെ എന്ന പൊതു നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അദ്ദേഹം എന്താണ് ഇനി UDF നേതൃത്വത്തിന് പറയാനുള്ളത് എന്നതിൽ കാത്തിരിക്കുകയാണ് എന്നതിന്റെ സൂചനയാണ്. KC വേണുഗോപാലിൽ പ്രതീക്ഷയുണ്ട് എന്ന് പറയുമ്പോഴും. പക്ഷേ VD സതീശന്റെ പ്രതികരണം ഇതിനു ശേഷം വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഇന്നലെ പറഞ്ഞതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറ്റമില്ല എന്നാണോ? അനുജ, PV അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണങ്ങളോട് അതേ നാണയത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് മുതിരേണ്ടതില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ തീരുമാനം. എന്നാൽ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ പ്രഖ്യാപിച്ച നിലപാടിൽ നിന്ന് കടുകിട പോലും പിന്നോട്ടില്ല എന്നാണ്. അതായത് UDFിനോട് സഹകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ PV അൻവറിന് ഉചിതമായ തീരുമാനമെടുക്കാം. ആ തീരുമാനം എന്തായാലും തങ്ങൾക്ക് പ്രശ്നമില്ല എന്നതാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന സമീപനം. ആ സമീപനത്തിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷവും ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ UDFിന്റെ തീരുമാനം. അല്പം മുമ്പ് നമ്മൾ പ്രക്ഷേപണം ചെയ്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിൽ തന്നെ അക്കാര്യം കൃത്യമായി വായിച്ചെടുക്കാം. ഇത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെയോ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയോ വ്യക്തിപരമായ തീരുമാനമല്ല, മറിച്ച് കോൺഗ്രസ് ഒറ്റക്കെട്ടായി എടുക്കുന്ന തീരുമാനമാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണുന്നതിന് മുന്നോടിയായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി സംസാരിച്ചിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ള ആളുകൾ സംസാരിച്ചിരുന്നു. എല്ലാവരുടെയും പൊതു അഭിപ്രായം ഇതാണ്. ഇതിന് മറിച്ചൊരു സമീപനം എടുത്താൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പോലും പിന്തുണ തങ്ങൾക്ക് കിട്ടില്ല എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് PV അൻവറിനോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നത്. നിലപാട് കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകും. അൻവർ പാർട്ടിയുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന പ്രതികരണങ്ങളാണ് നടത്തിയത്. ആ പ്രതികരണങ്ങൾ തിരിച്ച് മുന്നോട്ട് വരട്ടെ, അപ്പോൾ സംസാരിക്കുന്ന കാര്യം പോലും അപ്പോൾ ആലോചിച്ചാൽ മതി എന്ന ധാരണയാണ് കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നത്.